ഗുഡ് ആഫ്റ്റർനൂൺ ഡിയേഴ്സ്. ഞാനിപ്പോൾ തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിന്റെ പാറമേക്കാവ് വെടിക്കെട്ട് തുടങ്ങാനുള്ളതിന്റെ മുൻപിലാണ് നിൽക്കുന്നത്. ഗൈസ് ഈ ഒരു അമ്മ വന്നേക്കണെന്ന് പറഞ്ഞ ഒരു സാഫല്യം, പുള്ളിക്കാരനൊരു സാഫല്യമുണ്ട് ഗൈസ്. ആ ഒരു സാഫല്യം നടപ്പിലാക്കാനാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ സാധാരണ ആൾക്കാർക്ക് സാഫല്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഗൈസ്. ഇതൊരു വേറെ ടൈപ്പ് ഓഫ് അവരാതുകൊണ്ട് ഗൈസ് ഇങ്ങനെ സാഫല്യം. ഓക്കെ, ഇങ്ങനെ സാഫല്യമൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഗൈസ് നിങ്ങൾ തൂങ്ങിച്ചാവും ഗൈസ്. ഓക്കെ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ഉത്സവത്തിന്റെ വെടിക്കെട്ടിൽ മരിക്കുക എന്നുള്ളത്. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഈ ഒരു കളവന് ചില്ലറ കിടപ്പൊന്നുമല്ലോ. ഓക്കെ, ഈ മന്ദരക്കടവിലെ കളവനെ എന്തിനു ചെയ്യണമെന്ന് എനിക്കറിയില്ല ഗൈസ്. ഓക്കെ, കളവനെ എടുത്തിട്ട് പിടിച്ചിട്ട് 2 അടി കൊടുക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ ആ ഒരു കടപ്പത്തിനെ മാറി കിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ ഒരാളും എന്റെ അവസാന ആഗ്രഹം സമ്മതിച്ചു തരുന്നില്ല. മറ്റന്നാൾ നോക്കാം. എങ്ങനെയാണ് അമ്മാവ നിങ്ങളെ ഈ ഒരു സാബല്യം അവർ നടപ്പിലാക്കി തരണേ? അവരും കൂടെ ജയിലിൽ പോകും അമ്മാവ. നിന്ന് വെടിവെക്കാൻ വന്നവരും പടക്കം പൊട്ടിക്കാൻ വന്നവരും ഗെയ്സ് എല്ലാവരും പ്രതികളാവും. അമ്മാമ ഇങ്ങനെ പോയി ചത്തിട്ട് അമ്മാമ അങ്ങ് സ്വർഗത്തിൽ പോകും അമ്മാവ. അവരവിടെ കിടന്ന് അനുഭവിക്കേണ്ടി വരും. മനസ്സിലായി? ഇത് കണ്ടവരൊക്കെ അവർ പിന്നെ പറയും അവർ ബലാത്കാരമായി നിങ്ങളെ ഉപയോഗിച്ചു എന്ന് പറയും. മനസ്സിലല്ലേ? നിങ്ങൾ അതിലോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ അവർ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയും. ഓക്കെ, സോ അതുകൊണ്ട് മനസ്സിലാക്കുക അമ്മാവ, യു ആർ ഡേഞ്ചറസ് ഫുൾ പേഴ്സൺ. ഓക്കെ, അതുകൊണ്ട് മറ്റുള്ളവരും കൂടെ ആ ഒരു അപകടത്തിലോട്ട് പെടാതിരിക്കാൻ അമ്മാവ നോക്കണം. ഓക്കെ, അമ്മാവന് ചില്ലറ കിടപ്പൊന്നുമില്ല. മനസ്സിലായില്ലേ? അമ്മാവൻ ഇത്രയ്ക്കും തരിപ്പുണ്ടെങ്കിൽ അമ്മാവൻ നെഞ്ചത്തുകൊണ്ട് ബോംബ് ഉണ്ടാവും. അത് ഇവിടെ എന്നല്ല, വീട്ടിൽ പോയി നിന്ന് വീട്ടണം. മനസ്സിലായി? അപ്പോൾ അവിടെ ആർക്കും ഒരു പ്രശ്നവും വരില്ല. ഓക്കെ, സോ അമ്മാവൻ തിങ്ക്. ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യല്ല. മനസ്സിലായില്ല? അമ്മാവൻ ചാവാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യല്ല. ഓക്കെ, ആരും ചാവാൻ വേണ്ടി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഗൈസ്. ഓക്കെ, ബട്ട് കിളവൻ്റെ ഇത്രത്തോളം കഴപ്പിന് ഇനി എന്തിട്ട് പറഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ അറിയാം ഗൈസ് ഇങ്ങനെ വൈറലാവാൻ വേണ്ടി അമ്മാവൻ എന്തും ചെയ്യും. മനസ്സിലായി? ഞാൻ അടുത്തതിന് അമ്മാവൻ പോയി കടലിൽ ചാവണ വീഡിയോ എടുത്തിട്ട് അവസാനം മുങ്ങി ചാവണ വീഡിയോ കണ്ട് നമ്മൾ അവസാനം വൈറലാക്കി കൊടുക്കണമെന്ന് അറിയില്ല. അത് കാണാൻ ഇങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ മേലും. ഓക്കെ, സോ അത്രയും കഴപ്പത്തിലാണ് ഗെയ്സ് ഇങ്ങേർക്കുള്ളത്. ഇൻസ്റ്റാഗ്രാമിലുള്ള പെണ്ണുങ്ങളാരും എനിക്ക് മെസ്സേജ് അയക്കരുത്. ഞാൻ പെണ്ണുങ്ങളെ മറക്കാനും വെറുക്കാനും ശ്രമിക്കുകയാണ്. പെണ്ണുങ്ങളായിരിക്കില്ല നിങ്ങൾക്ക് പോലെ ഗേ ആയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് മെസ്സേജ് ഇടണം. മനസ്സിലായില്ല? അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ അലയിക്കൊണ്ടിരിക്കുന്ന ചേച്ചി നിങ്ങളെ വീഡിയോ ഉണ്ട്, ആ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി ആ മെസ്സേജ് വന്ന് DM ഇടുമായിരിക്കും. ഓക്കെ, ആ DM മെസ്സേജ് നിങ്ങൾ തുറന്ന് നോക്കണം. അപ്പോൾ മനസ്സിലായി അത് പച്ചത്തെറി അവരാതും പൊളിച്ച് തെറിയായിരിക്കും ആ DM ഓക്കെ, നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ചും നല്ല സുഹൃത്തുക്കളുമായി ഫോണിലൂടെ സംസാരിച്ചുമാണ് ഞാൻ പെണ്ണുങ്ങളെ മറക്കാനും വെറുക്കാനും ശ്രമിക്കുന്നത്. ഞഞ്ഞായി നിങ്ങളെ കണ്ട് മറ്റുള്ള കുട്ടികളും പഠിക്കട്ടെ. ഓക്കെ, അവരും അതേപോലെ ആയി മാറട്ടെ. ഓക്കെ, നിങ്ങളെപ്പോലൊരു ചിക്മയായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ കുട്ടികളും. ഓക്കെ, ബ്രഹ്മമയമായി നിങ്ങൾ മാറട്ടെ. ഓക്കെ അണ്ണ, സോ ബ്രഹ്മാനന്ദ സ്ഥായമായ മോഹി. രേഷ്മ കുളി കഴിഞ്ഞ് കട്ടിലിൽ വന്നിരുന്നു. മുറിയിലേക്ക് കടന്നു വന്ന രമേശൻ രേഷ്മയെ വാരി പുണർന്ന ശേഷം രേഷ്മയുടെ ബ്രാ പതിയെ അഴിക്കുവാനായി തുടങ്ങി. സോറി ഗൈസ്, ഇങ്ങനെ ബ്രഹ്മാനന്ദല്ല ബ്രഹ്മവാണോ. ഈ ബ്രഹ്മവാണോ കുത്തിക്കയറ്റി ആരെങ്കിലും കൈ കിട്ടിയാണോ നിങ്ങളെ പിടിച്ചെടുത്തിട്ട് അവർ വാണം കയറ്റി അങ്ങ് എയറിൽ വിടും കേട്ടോ. എയറിൽ വിട്ട് പിന്നെ അവസാനം നിങ്ങൾ തിരിഞ്ഞല്ലോ. ഓക്കെ, രേഷ്മയുടെ തേങ്ങ അടിച്ച് ഇതൊക്കെയാണ് അണ്ണാ നിങ്ങൾ വന്നിരുന്ന അണ്ണാ. ഫയർ വാങ്ങിച്ചാലും അണ്ണാ സിഗ്മ ആവാളത്. ഓക്കെ, ഈ ഫയറൊക്കെ വായിക്കണമെങ്കിൽ അണ്ണാ ക്രോമിൽ പോയി വായിക്കണം. മനസ്സിലല്ലേ? മറ്റുള്ള ആമ്പിളുടെയും കൂടെ വില കളയാൻ വേണ്ടി നിങ്ങളെ പോലെയുള്ള കുറേ തയോളികൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ തയോളിത്തരം കൊണ്ട് ഇങ്ങനെ കാണിക്കല്ലേ പ്ലീസ്. രേഷ്മയുടെ തേങ്ങ അടിച്ചെന്നും പറഞ്ഞ് വരല്ലേ പ്ലീസ് അണ്ണാ. ഓക്കെ, കാണത്തില്ല, തുണിയൊന്ന് മാറ്റി, നല്ല വലിപ്പമുണ്ടല്ലോ. സാറിന് ഭയം തോന്നുന്നുണ്ടോ? അതിന് ഞാൻ എന്ത് തേങ്ങയ്ക്കാ? എന്ത് തേങ്ങയാണോ നിങ്ങൾ നോക്കണേ? നിങ്ങൾക്കല്ലേ പറഞ്ഞാൽ പറഞ്ഞു നിങ്ങളെ കൊച്ചു മുമ്പേ പറഞ്ഞ പെണ്ണില്ല തേങ്ങയില്ല മാങ്ങയില്ല. അപ്പം പിന്നെ ഇതാരെണ്ണ കാണിക്കണ കുണ്ടനെറ്റ് പറ്റേ എന്റെ കണ്ണൊന്ന് അടച്ചു പിടിക്കോ? വഴിക്കൂടെ ഒരു പെണ്ണ് വരുന്നുണ്ട്. എനിക്ക് പെണ്ണുങ്ങളെ കാണുന്ന ഇഷ്ടമില്ല, അതുകൊണ്ടാ. ഗൈസ് ഇങ്ങൾക്ക് പ്രാന്താണ് കേട്ടോ ഗൈസ്. ഇത് കണ്ടിട്ട് ഗൈസ് എനിക്ക് എൻ്റെ കിളി വന്ന് എങ്ങോട്ടോട്ടൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ പിടിച്ച് കൊണ്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ എനിക്കൊന്നും ഉദ്ദേശം വേറൊന്നുമല്ല ഗൈസ്. ഇപ്പോൾ ഈ ഗൈസ് പിന്നെ പുള്ളി ഉദ്ദേശം വേറൊന്നുമില്ല. ഇപ്പോൾ മുഖം മൂടി കുറേ മാന്യന്മാർ അകത്ത് നിൽപ്പുണ്ടല്ലോ. അപ്പോൾ ആ മുഖം മൂടിയുള്ള ആളിനെ കാണിച്ചിരുന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ വെള്ള ഇതും ഫെമ്മൊക്കെ അടിച്ച മുടിയൊക്കെ ഇട്ട് ആ ഒരു കുരിശൊക്കെ ഇട്ട് പുള്ളിക്കാരൻ നിന്നത്. ഓക്കെ, സോ മാന്യൻ ആൻഡ് VS ദിഗംബരൻ. യെസ് ഗൈസ്, പുള്ളിക്കാരൻ അത് രണ്ടുമാണ് കാണിച്ചു തോന്നുന്നു. ഓക്കെ, സോ പക്ഷേ ഇത് വർക്കൗട്ട് ആയില്ല. കണ്ട നമുക്ക് കിളി പറഞ്ഞു നമ്മളെ മാന്യതയൊക്കെ എങ്ങോട്ടൊക്കെ തെറിച്ച് പോയെണ്ണ. ഓക്കെ, സോ അണ്ണാ ഇങ്ങനത്തുള്ള അവരതൊക്കെ കാണിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് അവരതും കാണിക്കുന്നു. ഓക്കെ, നിങ്ങൾ എന്തായാലും രേഷ്മേരെ മറ്റേതഴിച്ചത് ശരിയായില്ല കേട്ടാ.
അങ്കിൾജി നിങ്ങൾ ഈ പറഞ്ഞപടി ഇങ്ങനെ നിൽക്കാതിരിക്കും, ഇതല്ല കോളേജ് ഡ്രസ്സ്. ഓക്കെ, കോളേജ് ഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്, ഞാൻ അത് കൊണ്ട് തരാം. ഓക്കെ, ആ തോരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, പുള്ളിക്കാരൻ പഠിക്കാൻ പോയില്ല. അപ്പോൾ പഠിക്കാൻ പോകാത്ത ഒരാളെ സംബന്ധിച്ച് പുള്ളിക്കാരന് ഇതൊക്കെ തോന്നും, സ്വാഭാവികം. 2K കിഡ്നാപ്പ് ഉള്ള വിളിക്കണമെന്നാണല്ലോ ഇവരൊക്കെ ചിന്ത. ഇവരൊക്കെയാണ് ഗൈസ് ഫേസ്ബുക്കിൽ വന്നിട്ട് നീ പൊളിയാണ്, രശ്മ അടിപൊളിയാണ്, മറ്റാണ് മറിച്ചാണ് തേങ്ങിയാണെന്നൊക്കെ പറഞ്ഞു വയ്ക്കും. ഓക്കെ, കടയിലെ ഗൈസ് ഇതൊരു സൈക്കോളജി മൂവാണ് ഗൈസ്. എങ്ങനെ പെമ്പിളരെ വളയ്ക്കാം, അതും കോളേജിൽ പഠിക്കുന്ന പെമ്പിളിട്ട് എങ്ങനെ വളയ്ക്കാമെന്നാണ് അമ്മവും കാണിച്ചത്. നോക്കി, ഈ അമ്മാവൻ അറിയാം ഗൈസ്. ഈ പുള്ളിക്കാരൻ്റെ വീട് കണ്ടില്ലേ, വീട് കാണിച്ച് പുള്ളിക്കാരൻ സെറ്റാക്കി വെച്ചിരിക്കണം. നോക്കി, പുള്ളിക്കാരൻ മഴവിൽ കണക്കത്തുള്ള പുള്ളിക്കാരൻ്റെ എഡിറ്റിങ് കണ്ട് വാണങ്ങളൊക്കെ ആയി മാറും എന്നുള്ള ചിന്തയാണ്. അമ്മ ഇപ്പോഴും ഇത് പോരാ, അമ്മ നിങ്ങളുടെ ഐഫോണും കൊണ്ടങ്ങ് ചെല്ലി, ഇപ്പോൾ എല്ലാ പെമ്പിളും സെറ്റാവും. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഈ തോട്ടിക്കാളുടെ ഇതൊക്കെ കാണിച്ച് നിങ്ങൾ ആരും വരൂലാണ്. ഓക്കെ, DMലൊക്കെ മെസ്സി ഇടാൻ വല്ല അമ്മച്ചിമാരൊക്കെ ഇരിക്കും മെസ്സി ഇടുന്നു. നോക്കി, അതുകൊണ്ടായിരിക്കും അപ്പം വെറുത്ത് ഇങ്ങനെ കോളേജിൽ നിന്ന് ഇടണട്ടെ ഗൈസ്. ഇതേപോലത്തുള്ള 60s 70s ഉള്ള കളവന്മാരാണ് ഗൈസ് വന്നിട്ട് നമ്മളെ കിടന്ന് കൊണ വെക്കണം, മനസ്സിലായി. 2K കിട്ടുന്ന വന്നിട്ട് അവർ അങ്ങനെയാണ് മറിച്ചാണ് തേങ്ങയാണ് മാങ്ങയാണെന്ന് പറഞ്ഞാൽ മനസ്സിലായി. പക്ഷേ ഇവന്മാരെ DM ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഗൈസ് നമുക്ക് മനസ്സിലായില്ല, ഈ അമ്മമാരൊക്കെ പക്കാ തരികിടിയാണ്. നോക്കി, നമ്മളെയും കാട്ടി തരികിടിയാണ് മനസ്സിലായി. ഇപ്പോൾ MDMും കുംഡിയും അടിക്കുന്നമാർക്കല്ല കഴപ്പ്, ഈ ഇങ്ങനെയുള്ള കുറേ കളവന്മാർക്കാണ് കഴപ്പ്. ഓക്കെ, അതിൽ കുറേ ടൈപ്സ് വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഏതൊരു കളവൻ ബസ്സിൽ ഏതൊരു ചീച്ചിനെ പിടിക്കണം എന്നൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതൊക്കെ വൈറലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഗൈസ് ഇപ്പോഴത്തെ കളവന്മാർക്കാണ് കട്ടി കൂടുതലാണ്. നോക്കി, സോ ബി കെയർഫുൾ ഗേൾസ്, ഇങ്ങനെയുള്ള കളവന്മാർ വളയ്ക്കാൻ നിൽക്കുകയാണ്. നോക്കി, അവർ വീടൊക്കെ കാണിച്ച് പലതും കാണിക്കും. ഓക്കെ, ഉടുപ്പൊന്നും ഇടാതെ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടും, മനസ്സിലല്ലേ. ഗൈസ്, ഇവ ഈ ചെയ്ത കഴിവേറിത്തരം ഒരിക്കലും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല, മനസ്സിലായി. ഇവൻ്റെ ഈ ഡ്രസ്സ് കണ്ടാൽ തന്നെ അറിയാം എന്തായാലും പള്ളിയിൽ എന്തൊക്കെ നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഇവനെ സംബന്ധിച്ച് എന്തായാലും മതപരമായിട്ട് ഇവന് കാര്യങ്ങളൊക്കെ അറിയിക്കും, മനുഷ്യനും മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കണമെന്നൊക്കെ അവരെ പാഠപൂസി തന്നെ കൊണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഇവ ഇങ്ങനത്തെ തെണ്ടിത്തരം കാണിക്കണം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, മൃഗങ്ങൾക്ക് ആരും ചോദിക്കാനില്ല എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ ചെയ്തത്. ഓക്കെ, എന്നിട്ട് നിന്നെ വന്നിട്ട് ആ പട്ടിക്കുട്ടി വെച്ച് ചവിട്ടിയോ വല്ലതും ചെയ്താടാ? ഇല്ലല്ലോ. എന്നിട്ട് നീ എന്തിനാ ആ പട്ടിക്കുട്ടി വെച്ച് ചവിട്ടി കൊടുത്തത്? അതിന് ചവിട്ടാനും പിടിക്കാനും ആവതില്ലാത്തതുകൊണ്ടാണ്, മനസ്സിലല്ലേ. അല്ല ആവതുള്ള പട്ടിയൊക്കെയാണെങ്കിൽ വെച്ച് ഇന്നെ കടിച്ച് കീർത്തന്നെ, മനസ്സിലായി. അത് പാവമായതുകൊണ്ട് നിന്നൊന്നും ചെയ്തില്ല. ഇവൻ്റെയൊക്കെ കടിയുണ്ടല്ലോ, ഇങ്ങനത്തെ കുറേ ടൈപ്സ് ഉമ്മാരുണ്ട്. ഓക്കെ ഗൈസ്, ഇവനൊക്കെ വളർന്നു വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇവനെ പോലുള്ള കുറേ ടൈപ്സ് ആൾക്കാരുണ്ട്. ഓക്കെ, ഇവരാണ് ഈ മാറ്റി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണം. ഓക്കെ, അവിടെ പോകുമ്പോൾ ഇവിടെ പോകാൻ പെമ്പിളർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറേ ടൈപ്സും മതപരമ്പരമായുള്ള കുറേ കഴിവുകളുണ്ട്. ഓക്കെ, സത്യമായിട്ട് പറയണം. ഓക്കെ, സോ ഞാൻ ഒരിക്കലും അത് ഇൻസൾട്ട് ചെയ്യുന്നതല്ല. ഓക്കെ, ബട്ട് ഇങ്ങനത്തെ കുറേ ടൈപ്സ് ആൾക്കാർ ഇവ ഇപ്പോൾ ചെയ്ത ഭയങ്കര ഒരു തെണ്ടിത്തരോട് കാണിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ കൊണ കഴിഞ്ഞു. ഇവൻ്റെ ഈ ഒരു അവരതം കണ്ട് ഗൈസ് ഞാൻ മടുത്തു പോയി. ഓക്കെ, സോ ഗൈസ് അതിനു മുമ്പേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, സോ ബാക്കി എന്തെങ്കിലും ചെയ്യേണ്ട ഗൈസ് ചെയ്യണം പ്ലീസ് ഗൈസ്. ഓക്കെ, സോ ഗൈസ്, ഓക്കെ ഗൈസ്, സോ ഗൈസ്, ബൈ ബൈ.